STM32 കൺട്രോളേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു IDE ആണ് STM32 IDE. സോ ഈ IDE നമുക്ക് എങ്ങനെ യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഗോ ടു STM32 പ്രൊജക്റ്റ്, സ്റ്റാർട്ട് ന്യൂ STM32 പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ടാർഗറ്റ് സെലക്ടർ വിൻഡോ വരും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കൺട്രോളറാണ് നമുക്ക് വേണ്ടത് ആ കൺട്രോളർ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. സോ ഇവിടെ ഇപ്പോൾ കൊമേഴ്ഷ്യൽ പാർട്ട് നമ്പർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഏത് STM ആണ്, കൺട്രോളർ ഏതാണ് ആ കൺട്രോളറിൻ്റെ പാർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഞാനിപ്പോൾ എക്സാമ്പിളിന് STM32F407 VGT6 ഇതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കൺട്രോളർ. സോ ആ കൺട്രോളർ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. നമുക്ക് അവിടെ ലിസ്റ്റ് ഓഫ് കൺട്രോളേഴ്സ് വരും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കൺട്രോളർ. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് ആൻഡ് റിസോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ ഉണ്ട്. CAD റിസോഴ്സസും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡേറ്റ ഷീറ്റ് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഡേറ്റ ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ഷീറ്റ് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഈ ടാർഗറ്റ് സെലക്ടർ വിൻഡോസിലുള്ള ഓപ്ഷൻസ്. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് അടിക്കാം. സോ ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊജക്റ്റിന് ഞാനൊരു പ്രൊജക്റ്റ് നെയിം കൊടുക്കുകയാണ്. സോ STM കോൺഫിഗറേഷൻസ് അതാണ് ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ലാംഗ്വേജ് ഏതാണ്, ബൈനറി ടൈപ്പ് ഏതാണ്, ടാർഗറ്റ് പ്രൊജക്റ്റ് ടൈപ്പ്. സോ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യുക. ഞാനിപ്പോൾ ഡിഫോൾട്ട് സ്റ്റേറ്റിലാണ് എല്ലാം ചെയ്യുന്നത്. ക്ലിക്ക് ഓൺ നെക്സ്റ്റ്, ദെൻ ക്ലിക്ക് ഓൺ ഫിനിഷ്. ദെൻ ഇത് ഏത് പെർസ്പെക്റ്റീവ് ആണെന്നുള്ളതാണ്. സോ ഡിഫോൾട്ട് പെർസ്പെക്റ്റീവ് ആണ്, ഞാൻ യെസ് കൊടുക്കുകയാണ്. സോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കോൺഫിഗറേഷൻസ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് എൻ്റെ പിൻ ഔട്ട്, എൻ്റെ STMൻ്റെ പിൻ ഔട്ട്, എൻ്റെ കൺട്രോളറിൻ്റെ പിൻ ഔട്ട് ഡയഗ്രാമാണ് ഈ കാണുന്നത്. ഇതെൻ്റെ പ്രൊജക്റ്റ് ഫോൾഡറാണ്. പിൻ ഔട്ട് ആൻഡ് കോൺഫിഗറേഷൻസ് ടാബിലാണ് നമ്മളിപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. ഇവിടെ ക്ലോക്ക് കോൺഫിഗറേഷൻസ് ഉണ്ട്, എൻ്റെ ക്ലോക്ക് ട്രീ ആണ്, പ്രൊജക്റ്റ് മാനേജർ, ബാക്കി ടൂൾസും. ഓക്കെ, ഇനി നമുക്ക് കാറ്റഗറീസ് നോക്കാം. കാറ്റഗറീസ് അല്ലല്ലോ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. സോ സിസ്റ്റം കോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അനലോഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ADC മൊഡ്യൂൾസും DAC മൊഡ്യൂൾസിൻ്റെയൊക്കെ കോൺഫിഗറേഷൻസ്. ടൈമേഴ്സും പോയി കഴിഞ്ഞാൽ നമുക്ക് RTC ടൈമേഴ്സിൻ്റെ എല്ലാം കോൺഫിഗർ ചെയ്യാൻ പറ്റും. കണക്ടിവിറ്റീസ് ഫോർ കണക്ടിവിറ്റി, അതേപോലെ മൾട്ടിമീഡിയ, സെക്യൂരിറ്റി, കമ്പ്യൂട്ടിംഗ്, മിഡിൽ വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പാക്കേജസിൽ നമുക്ക് RTOS ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ തന്നെ കോൺഫിഗറേഷൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നമ്മുടെ മൈക്രോ കൺട്രോളറിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ കൺട്രോളർ നമുക്ക് എന്ത് ചെയ്യാം, സൂം ഇൻ ചെയ്യാം. സൂം ഇൻ ചെയ്തിട്ട് ഇവിടെ കുറച്ച് പിൻസ് ഉണ്ട്. പോർട്ട് PA0, പോർട്ടയിൽ പിൻ 0 ആണ്. സോ PC0, PC13, PA8 അങ്ങനെ ഒരുപാട് പിൻസ് ഉണ്ട്. സോ ഇതിലേതെങ്കിലും ഒരു പിൻസിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവിടെ പിൻ റീസെറ്റ് സ്റ്റേറ്റിലേക്ക് ആക്കണോ, പിൻ ഔട്ട്പുട്ട് ആക്കണോ, ഇൻപുട്ട് ആക്കണോ, എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ GPIO ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ പിൻ എന്തായി, ഔട്ട്പുട്ടായിട്ട് കോൺഫിഗറായി. ഓക്കെ, അതേപോലെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ എന്താവും, കോൺഫിഗറേഷൻ ആകും. ഇനി ഞാനിത് പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ഹെക്സ് ഫയൽ ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, പ്രൊജക്റ്റിൽ പോയിട്ട് പ്രോപ്പർട്ടീസ്, ദെൻ എക്സ്പാൻഡ് C++ ബിൽഡ്, കോർ സെറ്റിംഗ്സ്, MCU/MPU പോസ്റ്റ് ബിൽഡ് ഔട്ട്പുട്ടിൽ പോയിട്ട് കൺവേർട്ട് ടു ഇൻറ്റൽ ഹെക്സ് ഫയൽ കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കോഡ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹെക്സ് ഫയൽ ജനറേറ്റ് ആയി കിട്ടും. ഓക്കെ, ഇനി ഇപ്പോൾ ഞാനൊരു പിൻ ഔട്ട്പുട്ട് കൊടുത്തു. ഇത്രയും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു കോഡ് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഗോ ടു പ്രൊജക്റ്റ്, then generate code.
ക്ലിക്ക് ഓൺ യെസ്. അപ്പോൾ നമ്മൾ കൊടുത്ത കോൺഫിഗറേഷൻസ് വെച്ചിട്ട് നമുക്കൊരു കോഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ കോഡ് ജനറേറ്റ് ആയി. നമ്മൾ കൊടുത്ത കോൺഫിഗറേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. GPIO കോൺഫിഗറേഷൻസ് കൊടുത്തതും ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഇനി എൻ്റെ ഈ main.c എന്ന് പറഞ്ഞ ഫയലാണ് എൻ്റെ മെയിൻ ഫയൽ. ഇത് എവിടെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ പ്രൊജക്റ്റ് ഫോൾഡർ. ഈ പ്രൊജക്റ്റ് ഫോൾഡറിൽ കോർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ SRC ഉണ്ടാവും. അവിടെയാണ് എൻ്റെ main.c ഫയലുള്ളത്. ഓക്കെ, ഇനി ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. കുറേ രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ HAL ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. HAL ലൈബ്രറീസ് യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. സോ ഓരോന്നിനും നമുക്ക് ഓരോ HAL ഫങ്ഷൻസ് ഉണ്ട്. സോ അത് എവിടെ കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുമ്പോൾ HAL GPIO റൈറ്റ് പിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ GPIO പിൻ നമ്മൾ കോൺഫിഗർ ചെയ്ത GPIO പിൻ എനിക്ക് ഹൈ ആണോ ലോ ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനായിട്ട് HAL GPIO റൈറ്റ് പിൻ എനിക്ക് യൂസ് ചെയ്യാം. സോ ഇതേപോലെ ഞാൻ കൊടുക്കുന്ന കോൺഫിഗറേഷൻസ് എന്താണോ അതിനനുസരിച്ചുള്ള പിൻസ് കോൺഫിഗറേഷൻസ് എന്താവും നമുക്ക് HAL ഡ്രൈവറിലെ ലൈബ്രറീസ് ആയിട്ട് ഫങ്ഷൻസ് ക്രിയേറ്റ് ആവും. സോ ഗോ ടു ഡ്രൈവേഴ്സ്, എക്സ്പാൻഡ് ഡ്രൈവേഴ്സ്, ദെൻ എക്സ്പാൻഡ് ദ HAL ഡ്രൈവർ, ഗോ ടു SRC. അവിടെ ഇപ്പോൾ എനിക്ക് GPIOയുടെ കോൺഫിഗറേഷൻസ് ആണ് അറിയേണ്ടതുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ദ GPIO. അവിടെ ഒരു പിന്നിലേക്ക് റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ HAL GPIO റൈറ്റ് പിൻ ഉണ്ട്. സോ ഇതാണ് പിന്നിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഇതെനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ മെയിൻ ഫംഗ്ഷൻ ഫയലിലേക്ക് കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ STM-Cube IDE യൂസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്തു. പ്രൊജക്റ്റിൽ ഞാൻ എൻ്റെ യൂസർ കോഡും കാര്യങ്ങളെല്ലാം എഴുതി ഫിനിഷ് ചെയ്തു. കോഡ് കംപ്ലീറ്റ് ആയി. എന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത്, കോഡ് ബിൽഡ് ചെയ്യണം. സോ ഗോ ടു പ്രൊജക്റ്റ്, ദെൻ ബിൽഡ് പ്രൊജക്റ്റ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്താവും, എൻ്റെ പ്രൊജക്റ്റ് ബിൽഡാവും. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഹെക്സ് ഫയലും കൂടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂബ് ID യൂസ് ചെയ്തിട്ട് തന്നെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, മൈക്രോ കൺട്രോളറിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഈ പ്ലേ ബട്ടൺ അല്ലെങ്കിൽ ഈ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് മൈക്രോ കൺട്രോളറിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഹെക്സ് ഫയൽ ജനറേറ്റ് ചെയ്തിട്ട് എനിക്ക് STM-Cube പ്രോഗ്രാമർ എന്ന് പറഞ്ഞൊരു ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റും കൂടെ ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, STM-ലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, so these are all the basics of how to configure a project in STM-Cube IDE.